മച്ചാമാരെ ഇന്ന് രാവിലെ ഉറക്കോണിച്ച് നോക്കുമ്പോൾ തന്നെ അവൻ കൊടൈക്കനാൽ പോകാനുള്ള ട്രിപ്പിന്റെ കണക്കൂട്ടലാണ്. ഇടയ്ക്ക് വീട്ടിന്റെ അടുത്ത് അത്ര ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരനാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ സ്ഥലങ്ങൾ ചുറ്റി കാണാന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങി. രാത്രിയായപ്പോൾ ഞാനും അവനുള്ള സ്ഥിരം പരിപാടി തുടങ്ങി, ഫുഡ് അടിക്കാൻ പോയി. ചെറുക്കന് ലൈസൻസ് ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പാവം അവന്റെ പൈസക്കാണ് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നത്. ഇതിൽ എനിക്കൊന്നും പറയാല്ല, നിങ്ങൾ കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് അടുത്തറിയാവുന്ന വീട്ടിലൊരു പാലുകാച്ച. അവിടെ പോയിരുന്നപ്പോൾ പോസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ച യോമാരടുത്ത് അങ്ങ് പോയി. അങ്ങനെ അവിടത്തേക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി കട വരെ പോവേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങോട്ട് പോയി. അതിനിടയ്ക്ക് അവനാണെങ്കിൽ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി അലമ്പാക്കിയാണ് വന്നത്. ഈ കാണുന്ന എന്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ, പേര് വൈക. ഉമ്മ ഒരു വീഡിയോ എടുക്കാന്നും പറഞ്ഞു നിന്നപ്പം അടുത്ത് വന്നാ ഡാഡി ഗിരിജയുടെ വേഷത്തില്. എന്റെ നല്ല കാലത്ത് പിറ്റേന്ന് കണി കണ്ടത് അവനെയാണ്. അങ്ങനെ അവിടെ നേരെ എണീച്ച് ടെറസിലോട്ട്. ഇതാദ്യം കണ്ടപ്പോ എന്റെ നെഞ്ചം കത്തി. എന്റെ വീട്ടിലും പാമ്പും കാര്യങ്ങളൊന്നും വരൂല, കണ്ടോ. ചെറുക്കന്മാർ ഇവിടെ നമ്മൾ പട്ടാളത്തിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടോ. മെയിൻ മേജർ പട്ടാളം പോയണ്ട. വീട്ടിലെപ്പോഴും ഒരു പൂച്ച ഉള്ളത് എന്തുകൊണ്ട് സേഫാണ്. പിന്നെ മറക്കാതെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ.